എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ വീക്കിലി പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റുകളെ സംബന്ധിച്ച് വളരെ വൊളാറ്റിലിറ്റി ഉള്ള ഒരാഴ്ചയായിരുന്നു. അമേരിക്കൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് അതുപോലെ തന്നെ നാസ്ഡാക്ക് ഒക്കെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകൾ, പ്രത്യേകിച്ച് ടെസ്ല, അതുപോലെ തന്നെ ആപ്പിള്, ബ്രോഡ്കോം, ഈ കമ്പനികളെല്ലാം തന്നെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത ഒരാഴ്ചയാണ്. ടെസ്ല വെള്ളിയാഴ്ചയും ക്ലോസ് ചെയ്തിരിക്കുന്നത് റെക്കോർഡ് ഹൈ തന്നെയാണ്. $436.3 പെർ ഷെയറാണ്. ഹ്യൂജ് റണ്ണാണ് ട്രംപ് അധികാരത്തിലേറിയതിന് ശേഷം ടെസ്ലയുടെ സ്റ്റോക്ക് പ്രൈസിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.4 ട്രില്യൺ ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആപ്പിളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. $250.8 പെർ ഷെയറാണ് പുതിയ റെക്കോർഡ് ഹൈ ആപ്പിൾ ഹിറ്റ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ബ്രോഡ്കോം, ചിപ്പ് മേക്കിംഗ് കമ്പനിയാണ്, പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. വെള്ളിയാഴ്ച മാത്രം ഗെയിൻ ചെയ്തിട്ടുള്ളത് 24%. ആപ്പിളിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇപ്പം $3.75 ട്രില്യൺ ആണ്. എൻവിഡിയ മാത്രമാണ് ടെക്നോളജി സ്റ്റോക്കുകളിൽ ചെറിയ രീതിയിലുള്ളൊരു ലോസ് കഴിഞ്ഞ ആഴ്ചയിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. മറ്റെല്ലാ സ്റ്റോക്കുകളും, മെറ്റാ പ്ലാറ്റ്ഫോം, ആമസോൺ, ആൽഫബറ്റ്, എല്ലാ സ്റ്റോക്കുകളും മുന്നേറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റ് റെക്കമെൻഡേഷൻസൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ 2025 ടോപ്പ് പിക്കായിട്ട് മോർഗൻ സ്റ്റാൻലി ചൂസ് ചെയ്തിരിക്കുന്ന ആപ്പിളിനെയാണ്. നല്ല രീതിയിൽ മുന്നേറുന്നതാണ് പറയുന്നത്. കാരണം ഏജൻറ്റിക് AI പ്രൊഡക്റ്റുകളൊക്കെ ആപ്പിൾ അവരുടെ പുതിയ വേർഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ, ആൽഫബറ്റ്, എൻവിഡിയ, ടെസ്ലയൊക്കെയാണ് മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 2025 ടോപ്പ് പിക്കായിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ധാരാളം പോസിറ്റീവ് ന്യൂസ് പല മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഓഹരികൾക്കും അമേരിക്കയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഈ ആഴ്ച US ഫെഡിൻ്റെ റേറ്റ് കട്ട് ഡിസിഷൻ വരെയാണ്. റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനമാണെങ്കിൽ തീർച്ചയായിട്ടും അത് മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് കമ്പനികളെ സംബന്ധിച്ച് വീണ്ടും പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ മറ്റു മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റുകൾ പൊതുവെ ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് വീക്ക് ടു വീക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ. അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ, ചൈനീസ് മാർക്കറ്റുകൾ വീക്ക് ടു വീക്ക് ഏകദേശം 1% താഴെയാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ 2 ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം കാര്യമായിട്ടുള്ള അനൗൺസ്മെൻ്റ് ഒന്നും വന്നിട്ടില്ല. മറിച്ച് ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിനെയും അതുപോലെ തന്നെ പ്രോപ്പർട്ടി മാർക്കറ്റിനെയൊക്കെ സ്റ്റെബിലൈസ് ചെയ്യാനുള്ള മെഷേഴ്സ് 2025 എടുക്കുന്നതാണ്. അതിനനുസരിച്ചുള്ള ലൂസ് മോണിറ്ററി പോളിസി ആയിരിക്കും കൊണ്ടുവരാൻ പോകുന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. ഇതൊരു പക്ഷേ ഈ ആഴ്ചയിൽ വീണ്ടും പുതിയ ഒരു ഉണർവ് ചൈനീസ് മാർക്കറ്റിന് നൽകാനുള്ള സാധ്യതകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കമോഡിറ്റി മാർക്കറ്റുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് ഓൾമോസ്റ്റ് എല്ലാ കമോഡിറ്റികളും ബെറ്ററായിട്ടാണ് ക്ലോസ് ചെയ്തിട്ടത്. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിലും വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ $2 പെർ ബാരൽ മേലെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗോൾഡും ബെറ്ററായിട്ട് തന്നെയാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിട്ടുള്ളത്. പൊതുവെ ഒരു വോളറ്റൈൽ വീക്കായിരുന്നു കഴിഞ്ഞു പോയത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വീക്ക് ടു വീക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റുകളും ബെറ്ററായിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ വെള്ളിയാഴ്ചയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വൊളാറ്റിലിറ്റി വളരെ ഭീകരമായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിലും ഒരുപക്ഷെ അത്തരത്തിലുള്ള വൊളാറ്റിലിറ്റിയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ മൂവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതോടൊപ്പം തന്നെ മറ്റ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ 10 വർഷത്തെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ് ഗ്രോത്തും അതുപോലെ തന്നെ ഗെയിനൊക്കെ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഗെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷമാണ് മെക്സിക്കോ അതുപോലെ തന്നെ ചൈനീസ് മാർക്കറ്റുകളിലേക്ക് ഗെയിൻ വരുന്നുള്ളൂ. ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യൻ മാർക്കറ്റുകൾ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിലൊക്കെ ഉണ്ടായിട്ടുള്ളതിനുള്ള ഒരു എവിഡൻസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള കാപ്പെക്സ് സ്പെൻഡിങ് അതുപോലെ തന്നെ മറ്റ് റിഫോം മെഷേഴ്സൊക്കെ നമ്മളെ സംബന്ധിച്ച് അടുത്ത വർഷം
വർഷങ്ങളിലേക്കും നല്ല പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് എനിക്കുള്ളത്. അതോടൊപ്പം തന്നെ 2025 നമ്മളൊരു പ്രൊജക്ഷനൊക്കെ നോക്കുകയാണെങ്കിൽ പൊതുവേ ഇൻഫ്രാ റിലേറ്റഡ് സെക്ടറുകൾ, അതുപോലെ തന്നെ മറ്റ് യൂട്ടിലിറ്റീസ്, ഇത്തരത്തിലുള്ള സെക്ടറുകളിലൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് കാണാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ പവർ സെക്ടർ, ഡാറ്റാ സെൻറ്റർ സെക്ടർ, യൂട്ടിലിറ്റീസ്, ഇത്തരത്തിലുള്ള സെക്ടേഴ്സിലൊക്കെ നല്ല രീതിയിലുള്ള മുന്നേറ്റം അടുത്ത വർഷം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോഴത്തെ ഡാറ്റയൊക്കെ വിശകലനം ചെയ്യുമ്പോൾ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ട്രേഡിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിലേറ്റഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിലൊക്കെ ധാരാളം സ്ട്രിക്റ്റ് മെഷേഴ്സും അതുപോലെ തന്നെ പുതിയ പ്രോഡക്റ്റ് ലോഞ്ചിങ് ഒക്കെ വരുന്നുണ്ട്. ആൽഗോ ട്രേഡിംഗ് സാധാരണ രീതിയിൽ HNIസിന് മാത്രമായിട്ട് ഒതുങ്ങിയിരുന്ന ഒരു സെക്ടറായിരുന്നു, ഒരു സെഗ്മെൻ്റ് ആയിരുന്നു സ്റ്റോക്ക് മാർക്കറ്റിലെ. അപ്പോൾ റീറ്റെയിൽ പാർട്ടിസിപ്പേഷനും റീറ്റെയിലേഴ്സിനും വളരെ ലളിതമായിട്ടുള്ള ആൽഗോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം അലവ് ചെയ്യാനായിട്ട് സെബി ഡിസിഷൻ അടുത്ത മാസങ്ങളിൽ എടുക്കുന്നുള്ള റിപ്പോർട്ടുണ്ട്. അതിനനുസരിച്ചുള്ളൊരു ഡിസ്കഷൻ പേപ്പറൊക്കെ സെബി പുറത്തിറക്കിയിട്ടുണ്ട്. അതിൻ്റെ റിപ്ലൈസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു തീരുമാനമൊക്കെ വന്നേക്കാം. പൊതുവെ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ ഈസി ആക്കുന്ന, അതേസമയം ഫൈനാൻഷ്യൽ ലിറ്ററസി റേറ്റ് കൂട്ടി വളരെ ഡിസിപ്ലിൻ ഇൻവെസ്റ്റേഴ്സിനെ പഠിപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു സിസ്റ്റത്തിലേക്കൊക്കെ മാറാൻ സാധ്യതകളുണ്ട്. ഇത് നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചും നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചും കോർപ്പറേറ്റുകളെ സംബന്ധിച്ചൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നൽകുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ പല സെക്ടേഴ്സിൻ്റെ ഗ്രോത്തൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2019 തൊട്ട് 2024 വരെ $60 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2026 എൻഡ് ചെയ്യുമ്പോഴേക്കും $100 ബില്യൺ ക്രോസ് ചെയ്യുന്നതാണ് പറയുന്നത് ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ച്. മുംബൈയിലാണ് ഏറ്റവും കൂടുതൽ ഡാറ്റാ സെൻറ്ററുകളുള്ളത്. 49% മാർക്കറ്റ് ഷെയർ മുംബൈ റീജിയൻ ആണ്. അത് കഴിഞ്ഞാൽ ചെന്നൈ, ഡൽഹി, അതുപോലെ തന്നെ ബാംഗ്ലൂരൊക്കെയാണ് പുതിയ ഡാറ്റാ സെൻറ്ററുകൾ വന്നുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങൾ. അതിനനുസരിച്ച് കൊച്ചി, ഹൈദരാബാദൊക്കെ വീണ്ടും നല്ല രീതിയിൽ ഇത്തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അത് തീർച്ചയായിട്ടും ഡാറ്റാ സെൻറ്റർ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. പ്രത്യേകിച്ച് LNTയുടെ സ്റ്റേക്ക് എടുത്തുള്ള E2E നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഡാറ്റാ സെൻറ്റർ സർവീസസിലുള്ള കമ്പനിക്ക് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഈ ന്യൂസ് ഫ്ലോസ് ഒക്കെ നൽകാൻ പോകുന്നത്. അതുപോലെ തന്നെ ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ്, ആനന്ദ്രാജ് ഇൻഡസ്ട്രീസ്, ഒറാക്കിൾ, OFSS, ഒറാക്കിൾ, സീമെൻസ്, അതുപോലെ തന്നെ ഡാറ്റാ സെൻറ്റർ റിലേറ്റഡ് ബിസിനസ്സിന് പവർ ആവശ്യമാണ്, ട്രാൻസ്ഫോമേഴ്സ് ആവശ്യമാണ്, പവർ കേബിൾസ് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള എക്യുപ്മെൻറ്റുകളും പ്രൊഡക്റ്റുകളും ഉണ്ടാക്കുന്ന കമ്പനികൾക്ക് അതുപോലെ തന്നെ ജനറേറ്റേഴ്സ് ആവശ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റയർ പവർ സെക്ടറിന് വളരെ പോസിറ്റീവ് എനർജി നൽകുന്ന റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത മാസങ്ങളിലൊക്കെ ഈ സെക്ടർ ഷെയർസിലൊക്കെ നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അതിനനുസരിച്ചുള്ള ഒരു അപ്രിസിയേഷനൊക്കെ അതാത് സ്റ്റോക്കുകളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി നമ്മുടെ ഈ വർഷത്തെ, അതായത് അടുത്ത വർഷത്തെ ഓട്ടോ എക്സ്പോ വരുന്നത്, ഭാരത് മൊബിലിറ്റി എക്സ്പോ വരുന്നത് ജനുവരി 17 തൊട്ട് 22 വരെയാണ്, അതായത് 2025. ഈ വർഷം 1986 ശേഷം ഏറ്റവും കൂടുതൽ ഓട്ടോമൊബൈൽ മാനുഫാക്ചറേഴ്സ് പങ്കെടുക്കുന്ന ഒരു എക്സ്പോ ആണ്. 34 മാനുഫാക്ചറേഴ്സാണ് പങ്കെടുക്കാൻ പോകുന്നത്. ധാരാളം ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വെഹിക്കിൾ പ്രോട്ടോടൈപ്പുകളും അതുപോലെ തന്നെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ഈ ഓട്ടോ എക്സ്പോയിൽ കാണാൻ സാധിക്കുന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നോവേറ്റീവായിട്ട് പ്രൊഡക്റ്റുകൾ കൊണ്ടുവരാൻ പോകുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസുകളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒന്ന് വാച്ച് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള പല ന്യൂസ് ഫ്ലോസും നോക്കുകയാണെങ്കിൽ NBCC PSU കമ്പനിയാണ്. ഇപ്പോൾ അവരുടെ ഓർഡർ ബുക്ക് 84,400 കോടി രൂപയാണ്. മാർച്ച് ആകുമ്പോഴേക്കും 1 ലക്ഷം കോടി
കൂടി ഓർഡർ ബുക്ക് ക്രോസ് ചെയ്യുന്നതാണ് ഈ കമ്പനി പറയുന്നത്. ഈ കമ്പനീനെ സംബന്ധിച്ച് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു ന്യൂസാണ്. ഒപ്പം ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ ഇപ്പോൾ അവരുടെ കപ്പാസിറ്റി 7.2 മില്യൺ ടൺ പെർ ആനാണ്. അതോടൊപ്പം തന്നെ കോളുണ്ട്, അതുപോലെ തന്നെ മറ്റ് അയൺ ഓർ മിനറൽസ് മൈനിങ് ഒക്കെയുണ്ട്. ഇവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി 2026 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആകുമ്പോഴേക്കും 13.7 മില്യൺ ടൺ പെർ ആനായിട്ട് മാറുകയാണ്. ഇത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ന്യൂസാണ്. ലോങ് സ്റ്റീൽ പ്രൊഡക്റ്റുകൾ 50% മാർക്കറ്റ് ഷെയർ ഉള്ളൊരു കമ്പനിയും കൂടിയാണ് ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ. അതുപോലെ തന്നെ പവർ സെക്ടർ, മൈനിങ് സെക്ടർ, കോൾ സെക്ടറിലൊക്കെ ധാരാളം പ്രസൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഈ ന്യൂസ് പൊതുവെ ഈ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് നൽകുന്ന ന്യൂസ് തന്നെയാണ്. അതോടൊപ്പം തന്നെ ബജാജ് ഫിനാൻസിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള ഗൈഡൻസും അതുപോലെ തന്നെ വിഷണറി സ്റ്റേറ്റ്മെൻറ്റൊക്കെ വളരെ പ്രോമിസിങ് ആണ്. അവർ AI ടൂളുകളും ഏജൻറ്റിക് AI ടൂളുകളൊക്കെ ഉപയോഗിച്ച് വലിയ രീതിയിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സ്പാൻഷൻ പ്ലാനുകളാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ വളരെയധികം പ്രോമിസിങ് ആയിട്ടുള്ള ഗെയിൻ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിട്ടുള്ള ഒരു കമ്പനിയാണ് ബജാജ് ഫിനാൻസ്. ഇവരുടെ ഗൈഡൻസ് അടുത്ത 5 വർഷത്തേക്ക് വരുന്നതൊക്കെ വളരെ വളരെ പ്രോമിസിങ് ആണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ലോങ് റണ്ണിൽ നൽകാൻ സാധ്യതയുള്ള ഒരു ന്യൂസും കൂടിയാണ്. അതോടൊപ്പം തന്നെ BPL ലിമിറ്റഡ് ഒരു കോൺഗ്ലോമറേറ്റ് ആയിരുന്നു. ബ്രിട്ടീഷ് ഫിസിക്കൽ ലാബറട്ടറീസ് എന്ന് പറയുന്ന ഒരു മലയാളി ടേക്ക് ഓവർ ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ് BPL ലിമിറ്റഡ്. ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് പാലക്കാടാണ്. ഇപ്പോൾ ഈ ഷെയറൊക്കെ കോട്ട് ചെയ്യുന്ന അറൗണ്ട് 120-130 റേഞ്ചിലൊക്കെയാണ്. കൺസ്യൂമർ ഡ്യൂറബിൾസ് അതുപോലെ തന്നെ മറ്റ് റിലേറ്റഡ് എക്യുപ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നതിൽ വളരെ പ്രാമുഖ്യം കാണിച്ചിട്ടുള്ളൊരു കമ്പനിയാണ്. വീണ്ടും വലിയ രീതിയിലുള്ള ന്യൂസ് ഫ്ലോസ് ആണ് ഈ കമ്പനിയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഈ സെഗ്മെൻറ്റിൽ ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ള 2025, 2026 ഔട്ട് പെർഫോം ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് BPL ലിമിറ്റഡ്. അപ്പോൾ ഈ സ്റ്റോക്കിലൊന്ന് കണ്ണുവെക്കുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കണക്ക് പ്രകാരം ഈ വർഷം നമ്മുടെ റൈസ് ഇൻവെൻട്രി ഡിസംബറിൽ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. 44.1 മില്യൺ മെട്രിക് ടണ്ണാണ് ഇപ്പോഴത്തെ ഇൻവെൻട്രി വന്നിരിക്കുന്നത്. ഇത് വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ വളരെ കൂടുതലാണ്. എക്സ്പെക്റ്റേഷൻ 7.6 മില്യൺ ടൺ ആയിരുന്നു. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ ഗോതമ്പിൻ്റെ സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ 22.3 മില്യൺ ടൺ പെർ ആണ് ഇപ്പോൾ റെക്കോർഡ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ടാർജറ്റിനെ ഓൾമോസ്റ്റ് ഡബിൾ ആയിട്ടാണ്. അപ്പോൾ ഫുഡ് ഇൻഫ്ലേഷൻ രംഗത്ത് നമ്മളെ സംബന്ധിച്ച് കാര്യമായിട്ടുള്ള വറി അല്ലെങ്കിൽ ഒരു ബാഡ് ഇഫക്റ്റ് ഒന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ധാരാളം ഫുഡ് ഐറ്റംസ് സ്റ്റോറേജ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഏതവസ്ഥയിലും നമുക്ക് മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇൻഫ്ലേഷൻ കണ്ടെയ്ൻ ചെയ്യാനുള്ള മെഷേഴ്സ് ഗവൺമെൻറ്റിന് എടുക്കാനായിട്ട് ഇത് ഉപകരിക്കും. അതുകൊണ്ട് തന്നെ ഈ ന്യൂസുകളെല്ലാം തന്നെ മാർക്കറ്റ് പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ റൈസ് പ്രൊഡക്ഷൻ രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് പോസിറ്റീവ്. കാരണം ഇവിടെ ധാരാളം സ്റ്റോറേജ് വരികയാണെങ്കിൽ എക്സ്പോർട്ടിനുള്ള അവസരം കിട്ടുകയാണ്. ഇപ്പോൾ KRBL, LT ഫുഡ്സ് ഇത്തരത്തിലുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് വളരെ പോസിറ്റീവാണ്. വേദാന്ത ലിമിറ്റഡ് 4ാമത്തെ ഇൻ്ററിം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യാൻ പോവുകയാണ്. നാളെയാണ് ഡിക്ലെയർ ചെയ്യാൻ പോകുന്നത്. ഈ വർഷം അവർ 3 ഇൻ്ററിം ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ 35 രൂപ പെർ ഷെയർ കൊടുത്തിട്ടുണ്ട്. 4ാമത്തെ ഇൻ്ററിം ഡിവിഡൻഡും കൂടി അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ മാർച്ച് 31 ആകുമ്പോഴേക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഡീമർജറും കംപ്ലീറ്റ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ക്വാർട്ടർ എൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ഇൻ്ററിം ഡിവിഡൻഡും കൂടി ഡിക്ലറേഷൻ ഈ കമ്പനി പ്ലാൻ ചെയ്തിട്ടുള്ളത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് തന്നെയാണ് ഈ ന്യൂസ്. വേദാന്തനെ സംബന്ധിച്ച് ഒരു പക്ഷേ ഹിന്ദുസ്ഥാൻ സിങ്കും ഇതിന് ശേഷം ഹയർ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് തന്നെയാണ് മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ SME സെഗ്മെൻറ്റിലത്തെ അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPOs SME
IPOസിൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെയുള്ളൊരു കണക്കൊക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് തന്നെയാണ് ഈ സ്റ്റോക്കുകളൊക്കെ ലിസ്റ്റിംഗ് വരുമ്പോൾ കാണാൻ സാധിക്കുക. സുപ്രീം ഫെസിലിറ്റി മാനേജ്മെൻറ്റ് 27 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതുപോലെ തന്നെ പർപ്പിൾ യുണൈറ്റഡ് സെയിൽസ് 160 ടൈംസാണ്. NSE SME ആണ് ഇത് രണ്ടും. വിശാൽ മെഗാ മാർട്ട് 28.75 ടൈംസാണ്. അതുപോലെ തന്നെ മോബിക്വിക്ക് നമ്മൾ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തിരുന്ന സ്റ്റോക്കാണ്. മോബിക്വിക്ക് 125.69 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. സായി ലൈഫ് 10.27 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നല്ല ലിസ്റ്റിംഗ് ഗെയിൻ ഈ കമ്പനികളിൽ നിന്നെല്ലാം കിട്ടാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിലുള്ള ക്യാഷ് നോക്കുകയാണെങ്കിൽ ഡിസംബറിൽ ഇതുവരെയുള്ള ക്യാഷ് ഹോൾഡിങ്സ് നോക്കുകയാണെങ്കിൽ 1.8 ലക്ഷം കോടിയാണ്. കഴിഞ്ഞ വർഷത്ത് ഇതേ കാലയളവിൽ 1.1 ലക്ഷം കോടിയായിരുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ കയ്യിൽ ധാരാളം ക്യാഷ് ഉണ്ട്. മാർക്കറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ സെല്ലിംഗ് പ്രഷറൊക്കെ കാണിക്കുകയാണെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകൾ അതുപോലെ തന്നെ മറ്റ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നല്ല രീതിയിൽ മാർക്കറ്റിൽ ബൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. വെള്ളിയാഴ്ചയിലത്തെ വൊളാറ്റിലിറ്റി എന്നെ സൂചിപ്പിക്കുന്നത് ഇതാണ്. കാരണം വെള്ളിയാഴ്ച മാർക്കറ്റ് വൊളാറ്റിലിറ്റി അത്രയും ഹ്യൂജ് ആയിരുന്നു. 350ഓളം പോയിന്റ് നിഫ്റ്റി താഴെ പോയി. അതിനുശേഷം അറൗണ്ട് 700 പോയിന്റ് ആണ് അവിടെ നിന്ന് റിക്കവറി ഒക്കെ നടത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ആക്ഷൻസ് ആണ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗത്ത് നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും ലോവർ ലെവലിൽ നല്ല രീതിയിലുള്ള ബൈയിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ മാസം മൂന്നാമത്തെ ക്വാർട്ടറിൻ്റെ അവസാനത്തെ മാസമാണ്. അതോടൊപ്പം തന്നെ നാളെ അഡ്വാൻസ് ടാക്സ് ഫിഗർ, മൂന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചിട്ടുള്ള കമ്പനികളുടെ ഡാറ്റയൊക്കെ വരും. കൂടുതൽ അഡ്വാൻസ് ടാക്സ് ഫിഗർ പേ ചെയ്തിട്ടുള്ള കമ്പനികളെ സംബന്ധിച്ചൊക്കെ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ മാസം അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും കലണ്ടർ ഇയർ അവസാനിക്കുകയാണ്. ഒപ്പം ഫെബ്രുവരി 1 നമ്മുടെ ബഡ്ജറ്റിന് മുമ്പുള്ള ബഡ്ജറ്റ് ഡിസ്കഷന് പല ന്യൂസുകളും മീഡിയസിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതിനനുസരിച്ചുള്ള ഇമ്പാക്റ്റൊക്കെ നമുക്ക് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഇനി ഈ ആഴ്ച ഓപ്പൺ ചെയ്യാൻ പോകുന്ന SME IPOസും അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPO ഒക്കെ ഉണ്ട്. അതിൽ പ്രോമിസിങ് ആയിട്ടുള്ളൊരു മെയിൻ ബോർഡ് IPO മമതാ മെഷീനറിയാണ്. 10 രൂപയാണ് അതിൻ്റെ ഫേസ് വാല്യൂ. അപ്പർ പ്രൈസ് ബാൻഡ് വരുന്ന 243 രൂപയാണ്. തീർച്ചയായിട്ടും ബാഗ്സ് അതുപോലെ തന്നെ പൗച്ചിങ് മെഷീൻസ് ഇത്തരത്തിലുള്ള മെഷീനറികൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. 75 രാജ്യങ്ങളിലേക്ക് ഈ മെഷീനറികളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2 മാനുഫാക്ചറിങ് യൂണിറ്റുകളാണ് ഈ കമ്പനിക്കുള്ളത്. 2 ഇന്ത്യയിലും 1 US-ലുമാണ്. അപ്പോൾ ഈ രംഗത്ത് വളരെ പ്രോമിസിങ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. 1979 ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ളൊരു കമ്പനിയാണ്. അപ്പോൾ IPOയിൽ അപ്ലൈ ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് മമതാ മെഷീനറി ലിമിറ്റഡിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നല്ല ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള ഒരു IPO ആണ്. അതോടൊപ്പം തന്നെ NSE SMEയിൽ ഒരു IPO ഉണ്ട്, ഐഡൻറ്റിക്കൽ ബ്രെയിൻസ് സ്റ്റുഡിയോസ്. ഇത് ഡിജിറ്റൽ സർവീസസ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. 54 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ്. മൈനർ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ്. NSE SMEയിലാണ് ഈ IPO വരുന്നത്. ഒപ്പം നാക്ഡാക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്. 35 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 4000 മാർക്കറ്റിലോട്ട്. BSE SME IPO ആണ്. മറ്റന്നാളാണ് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ 19-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഡേറ്റ് ഉള്ളത്. അപ്പോൾ ഈ 3 IPOകളിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. പ്രത്യേകിച്ച് മമതാ മെഷീനറിയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള IPOസിൽ അപ്ലൈ ചെയ്യുക. ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുകയാണെങ്കിൽ നല്ലൊരു കാര്യമാണ് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്യാത്ത ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടൈമിൽ നല്ല ഗെയിൻ കിട്ടുകയാണെങ്കിൽ വളരെ പ്രോമിസിങ് ആണ്. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള റിട്ടേൺ ഇത്തരത്തിലുള്ള IPOസിൽ നിന്ന് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ചയിലത്തെ മാർക്കറ്റ് ന്യൂസുകൾ. അടുത്ത ആഴ്ചയിലേക്കുള്ള ഹിൻഡുകൾ ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ 2025 ഡിജിറ്റൽ ലേബറും കൂടി നമ്മുടെ കൂടെ നമ്മോടൊപ്പം ലേബർ രംഗത്തും അതുപോലെ തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരു
ഡിജിറ്റൽ വർക്കറുകളും കൂടി വരികയാണ് ഏജൻറ്റിക് AI ടൂളുകളാണ്. തീർച്ചയായിട്ടും വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഇന്നോവേറ്റീവ് ഐഡിയാസാണ്. അതേസമയം ഒരുപക്ഷെ ധാരാളം ജോബ് ലോസസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇന്നോവേഷൻസൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ എംപ്ലോയീസ് പുതിയ സ്കില്ലുകൾ അക്വയർ ചെയ്തുകൊണ്ട് AI സ്കില്ലുകൾ അക്വയർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ റീപ്ലേസ് ചെയ്യാനായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് സാധിക്കില്ല. മറിച്ച് നമ്മളെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എംപ്ലോയീസിനെ റീപ്ലേസ് ചെയ്യാൻ പോകുന്നത് AI സ്കില്ലുകളുള്ള ഹ്യൂമൻ ബീയിങ്സ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വരുന്ന ഡിജിറ്റൽ ലേബർ ഫോഴ്സ് ഹ്യൂമൻ ബീയിങ്സിനൊരു ഇന്നോവേഷനാണ് നൽകാൻ പോകുന്നത്. ഓൾറെഡി എല്ലാ കമ്പനികളും ഏജൻറ്റിക് AIയുടെ ഏജൻസിനെ, അത് ഏജൻറ്റിക് AI ടൂളുകളാണ് ഈ ഏജൻസാണ് കസ്റ്റമർ ഓൺബോർഡിങ്, അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇനി ചെയ്യാൻ പോകുന്നത്. വളരെ വളരെ ഇന്നോവേറ്റീവ് ആണ്. ഇപ്പോൾ ഒരുപക്ഷെ ബ്രോക്കിംഗ് രംഗത്തൊക്കെ നിങ്ങളെല്ലാവരും ഡീലേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ട്രേഡിങ് നടത്തുന്നത്. ഓൺലൈൻ റൂട്ടിൽ കൂടെ ട്രേഡ് ചെയ്യാത്ത ഇൻവെസ്റ്റേഴ്സ് ഈ ഏജൻ്റ് ടൂളുകൾ വരുമ്പോൾ ഒരുപക്ഷെ ഈ ഡീലർ സെഗ്മെൻ്റ് തന്നെ വാനിഷ് ചെയ്തേക്കാം. അടുത്ത 1-2 വർഷത്തിനുള്ളിൽ ഇത് സംഭവിക്കാൻ പോകുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ ബ്രോക്കിംഗ് എൻറ്റിറ്റിയിലെ നിങ്ങളുടെ കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഏത് സ്റ്റോക്കിൻ്റെ പ്രൈസാണ്, കറണ്ട് റേറ്റ് ഏതാണ്, അതിൻ്റെ ഓർഡർ അറിയാം നിങ്ങൾക്ക്. അതിൻ്റെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്ത് ഏജൻറ്റിക് ടൂളുകൾ ചെയ്തു തരും. അതിന് കൺഫർമേഷൻ തരും. നിങ്ങൾക്ക് പ്രീ റെക്കോർഡഡ് കൺഫർമേഷനൊന്നും ആവശ്യമില്ല. വളരെ പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ഏരിയയിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ജോബ് ലോസസ് ഒക്കെ ഓവർകം ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സ്കില്ലുകൾ അക്വയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സ്കില്ലുകൾ അക്വയർ ചെയ്യുന്ന ഹ്യൂമൻ ബീയിങ്ങിനെ സ്കില്ലുകളില്ലാത്ത ഹ്യൂമൻ ബീയിങ്സിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ഏജൻറ്റിക് AI ടൂളുകൾ എന്ത് തന്നെയായാലും സാം ആൾട്ട്മാൻ, ഓപ്പൺ AIയുടെ സാം ആൾട്ട്മാൻ, ChatGPTയുടെ ലീഡർ പറഞ്ഞിരിക്കുന്നത് വലിയ ജോബ് ഡിസ്റപ്ഷൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സ്കില്ലുകളുള്ള ഹ്യൂമൻ ബീയിങ്സ്, അതായത് AI സ്കില്ലുകൾ അക്വയർ ചെയ്തിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സ് സ്കില്ലുകളില്ലാത്ത ഹ്യൂമൻ ബീയിങ്സിനെ റീപ്ലേസ് ചെയ്തേക്കാം. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള എല്ലാവരും AI റിലേറ്റഡ് സ്കില്ലുകൾ അക്വയർ ചെയ്യുന്നത് നന്നായിരിക്കും. തങ്ങളുടെ ജോബ് സേഫ്റ്റിക്ക് അത് നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഇനിയും ധാരാളം വന്നുകൊണ്ടിരിക്കും. 2025 ഇന്നോവേഷൻ്റെ ഒരു ഇയറും കൂടി ആയിട്ടാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ലോ പ്രഷറുള്ള ഒരു ഇയറാണ് പൊളിറ്റിക്കൽ ലെവലിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ച് സ്മൂത്ത് ഡേയ്സ് ആണ് ഹെഡ്. അതുകൊണ്ട് തന്നെ വളരെ പ്രോമിസിങ് ആയിരിക്കുക. നല്ല സ്റ്റോക്കുകൾ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങാനുള്ള ഡിസിഷൻ എടുക്കുക. ഒപ്പം SME മെയിൻ ബോർഡ് IPOകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് നല്ല IPOകളിൽ അപ്ലൈ ചെയ്യുക. ഒരു റിസ്ക്കും എടുക്കാൻ താല്പര്യമില്ലാത്ത ഇൻവെസ്റ്റേഴ്സ് മ്യൂച്വൽ ഫണ്ട് റൂട്ടിൽ കൂടെ SIPയിൽ കൂടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് വീക്ക് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീക്ക്ലി പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.